സ്പർശിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തീർത്ഥയാത്രയിലെ ഈ എപ്പിസോഡിൽ ബാംഗ്ലൂർ പട്ടണത്തിലെ ബാസവഗുഡി ഡൊഡ്ഡ ഗണപതി ക്ഷേത്രം, ബുൾ ടെമ്പിൾ, ശ്രീ ഗോവർദ്ധനഗിരി ക്ഷേത്രം, ശ്രീരംഗപട്ടണം ഇതെല്ലാം ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 600 കൊല്ലം മുൻപേ, അതായത് 1537 ബാംഗ്ലൂർ സ്ഥാപിച്ച പ്രധാനിയാണ് ഈ ഗണേശ ക്ഷേത്രം പണികഴിപ്പിച്ചെന്ന് ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ പറയുന്നു. മറുവശത്തെ കെമ്പഗൗഡയുടെ കാലഘട്ടത്തിൽ കല്ലിൽ പ്രതിഷ്ഠ ഉണ്ടായിരുന്നിരിക്കാം. ക്ഷേത്രത്തിൻ്റെ ഘടന തന്നെ പഴയതായിരിക്കുമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ബാംഗ്ലൂരിലെ കാളക്ഷേത്രം ശിവൻ്റെ വാഹനമായ നന്ദി കാളയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. 1537 ബാംഗ്ലൂർ സ്ഥാപകനായ കെമ്പഗൗഡയാണ് ഇത് നിർമ്മിച്ചത്. ഇത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളൊന്നായത് ഇന്ത്യയിലെമ്പാടുമുള്ള ഭക്തർക്ക് ഒരു പ്രശസ്തമായ തീർത്ഥാടന കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി ക്ഷേത്രങ്ങളിലൊന്നാണ് ഡൊഡ്ഡ ബസവനഗുഡി. നന്ദിയുടെ ശിലാരൂപത്തിലുള്ള ഏകശിലാവിഗ്രഹം തുടർച്ചയായി പുതിയത് കൊണ്ട് മൂടിയിരിക്കുന്നു. ഇതിൻ്റെ ഐതിഹ്യം, രോഷാകുലനായ ഒരു കർഷകൻ ഒരു ഗദ കൊണ്ട് അടിച്ചപ്പോൾ കാള അവ്യക്തമായി ഒരു പ്രതിമയായി മാറുകയും അന്നു മുതൽ ഒരു ദൈവിക സ്ഥാപനമായി ആരാധിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ അത്ഭുതകരമായ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി പ്രാദേശിക കർഷകർ ബുൾ ടെമ്പിൾ നിർമ്മിച്ചു. അതിനാൽ ഈ പ്രദേശത്തിന് ബസവനഗുഡി, ബസവ എന്ന് പറഞ്ഞാൽ കാള, ഗുഡി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്ന് പേരിട്ടു. ബുൾ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് ഉടുപ്പിയിലെ അഷ്ടമഠങ്ങളിൽ ഒന്നായ മുട്ടികെ മഠത്തിൽപ്പെട്ട ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നതും പ്രധാനമായും ഹിന്ദു, ബ്രാഹ്മണ, മാധ്വ സമുദായങ്ങൾ സന്ദർശിക്കുന്നതുമായ ഒരു വിശുദ്ധവും മതപരവുമായ ക്ഷേത്രമാണിത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അനുയായികളെ സംരക്ഷിക്കുന്നതിനായി ചെറുവിരൽ കൊണ്ട് ഉയർത്തിയ ഗോവർദ്ധൻ കുന്നിനോട് സാമ്യമുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഘടന. ഇത് ബുദ്ധിപരമായും ക്ഷേത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രധാന ദേവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുഹയുടെ മധ്യത്തിൽ ഏതാണ്ട് തുറസ്സായ ഘടന പോലെ നിൽക്കുന്നു. അതിനാൽ നമുക്ക് ഭഗവാനെ 360 ഡിഗ്രിയിൽ നിന്ന് കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ പാഠശാലയുമുണ്ട്. ഹിന്ദു മാധ്വ അനുയായികൾക്കുള്ള മതപാഠശാല. കൂടാതെ ഈ മതപാഠശാലയിൽ ചേരുന്നതിലൂടെ സമൂഹത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ അറിവിൻ്റെ പ്രയോജനം നേടാം. വിദ്യാസമ്പന്നരും അനുഭവപരിചയമുള്ളവരുമായ പുരോഹിതന്മാർ നിരവധി മതപരമായ ചടങ്ങുകൾ നടത്തുന്നു. ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിലെ പല ദൃശ്യങ്ങളും നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കാണാവുന്നതാണ്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ ശ്രീരംഗപട്ടണമായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒന്നാണ്. പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിലെ സാമന്തനായ തിരുമല്ലയ്യ AD 984 ഇത് പണികഴിപ്പിച്ചാണെന്ന് ക്ഷേത്രത്തിലെ ഒരു ലിഖിതം വെളിപ്പെടുത്തുന്നു. ശ്രീരംഗപട്ടണത്തിൽ ദേവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നേരത്തെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത്
രംഗനാഥസ്വാമിയുടെ ഇതിനകം നിലവിലുള്ള ശ്രീകോവിലിന് മുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കാമെന്നാണ്. 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധൻ 1108 മുതൽ 1152 വരെ വൈഷ്ണവ സന്യാസി രാമാനുജാര്യർക്ക് ശ്രീരംഗപട്ടണം ഗ്രാമം ഒരു അഗ്രഹാരമായി നൽകി. മഹാനായ ഹൊയ്സാല രാജാവായ വീരബല്ലാല രണ്ടാമൻ്റെ AD 1210 ഒരു ലിഖിതം അക്കാലത്തെ ക്ഷേത്രത്തിൽ കൂട്ടിച്ചേർക്കലുകളും പുനരുദ്ധാരണങ്ങളും നടത്തിയിരുന്നതായി സ്ഥിരീകരിക്കുന്നു. പ്രവേശ കവാടത്തിന് മുകളിലുള്ള ഗോപുരം വിജയനഗര വാസ്തുവിദ്യയുമായി പൊരുത്തപ്പെടുന്നതാണ്. ചരിത്രകാരനായ ജോർജ് മിഷേൽ പറയുന്നതനുസരിച്ച് മൈസൂർ സാമ്രാജ്യത്തിലെ വോഡയാർ രാജാക്കന്മാരും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തിൽ തന്നെ കൊട്ടാര നഗരമായ മൈസൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെ ചാമുണ്ഡി കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ചാമുണ്ഡേശ്വരി ക്ഷേത്രം. മൈസൂർ മഹാരാജാവ് നൂറ്റാണ്ടുകളായി ആരാധിച്ചിരുന്ന ഒരു ദേവതയായ ചാമുണ്ഡേശ്വരിയുടെ അല്ലെങ്കിൽ ശക്തിയുടെ ഉഗ്രരൂപത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന് പേര് ലഭിച്ചത്. 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജവംശത്തിൻ്റെ ഭരണാധികാരികൾ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. അതേസമയം അതിൻ്റെ ഗോപുരം 17ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നിർമ്മിച്ചതാകണം എന്ന് കരുതപ്പെടുന്നു. 1659 3000 അടി ഉയരമുള്ള കുന്നിൻ മുകളിലേക്ക് 1000 പടികളുള്ള ഒരു ഗോവണി നിർമ്മിച്ചിട്ടുണ്ട്. ഹിന്ദു ഗ്രന്ഥമായ ദേവി മാഹാത്മ്യം ചാമുണ്ട ദുർഗയുടെ ഉറയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ദേവതയായ കൗശികി ദേവിയുടെ പുരികത്തിൽ നിന്ന് ചണ്ഡിക ജയസുന്ദരിയായി ഉയർന്നു. അസുര രാജാക്കന്മാരായ ശംഭ നിശുംഭന്മാരുടെ സേനാധിപതികളായ ചന്ദ മുണ്ട എന്നീ അസുരന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള ചുമതലയും ഏൽപ്പിച്ചു. ബാംഗ്ലൂർ മൈസൂർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മൈസൂർ പാലസും അതുകൂടാതെ മൈസൂർ ഗാർഡനും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. ഡോണ്ട് മിസ് ഇറ്റ്, വാച്ച് ഇറ്റ്, സബ്സ്ക്രൈബ്. കാരണം നിങ്ങൾ തരുന്ന ഓരോ പ്രചോദനമാണ് ഓരോ വീഡിയോ ഉണ്ടാക്കാൻ എനിക്കൊരു ശക്തി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.